ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ട സിറ്റി ഡീസലാണ്. കസ്റ്റമർ കംപ്ലയിൻറ്റ് ഭയങ്കര ബ്ലാക്ക് സ്മോക്ക് ആണ്, പുള്ളിങ് കുറവുണ്ട്. അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. അങ്ങനെ ഈജിയർ ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈജിയറും കാര്യങ്ങളൊക്കെ അയക്കാൻ പോവുകയാണ്. ഇതാ ബാറ്ററിയും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്, എയർ ഫിൽറ്ററിൻ്റെ ഭാഗങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ടെർബോക്ക് തന്നെ ലൈനും കാര്യങ്ങളും ഒക്കെ അയച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒറ്റയ്ക്കാകുമ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കിട്ടില്ല. അപ്പോൾ ഓരോ ഭാഗങ്ങളും അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അയക്കണമെന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് കൂടെ അയക്കാൻ പറ്റുള്ളൂ. മാനിഫോൾഡും കാര്യങ്ങളും ബാക്കിൽ വരുന്ന മാനിഫോൾഡും കാര്യങ്ങളൊക്കെ ക്രോസ് അയച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് അയക്കാം. ലിഫ്റ്റ് ഉണ്ടെങ്കിൽ നല്ല പക്കയായിട്ട് അയക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സൈഡിൽ ബ്ലാക്കിൻ്റെ സ്മോക്ക് ഞാൻ കാണിച്ചു കേട്ടോ. വണ്ടി വന്നപ്പോൾ എല്ലാം ബ്ലാക്ക് സ്മോക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം എല്ലാ ഭാഗങ്ങളും അയച്ച് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രോസ് അയക്കണം. ക്രോസ് അയച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് അയക്കാം. അല്ലാതെ മുകളിൽ കൂടെ നമുക്ക് അയക്കൽ ഭയങ്കര ടാസ്ക്കാണ്, അയക്കാൻ പറ്റില്ല. ലിഫ്റ്റ് ഉണ്ടെങ്കിൽ സുഖമാണ്. ഇവിടുത്തെ ഓസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. കുറേ ബോൾട്ടുകളുണ്ട്, 10ൻ്റെ ബോൾട്ടുകൾ അങ്ങനെ ഇങ്ങനെ കുറേ ആയിട്ട് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബ്ലാക്ക് സ്മോക്ക്, പുള്ളിങ് ലെസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ഷോപ്പിലേക്ക് വന്നു. നമ്മൾ ഷോപ്പ് എവിടെ അറിയില്ല, പെരിന്തൽമണ്ണ അമ്മിനിക്കാട് കേട്ടോ, EMS ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളെല്ലാം അഴിച്ച് താഴെ ഇറക്കിയിട്ടുണ്ടോ. മാനിഫോൾഡും ഈജാറും എല്ലാം അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അഴിച്ചതിന് ശേഷമുള്ള അവസ്ഥ കേട്ടോ ഈ കാണുന്നത്. ഇത് ബ്ലോക്കില്ല കാർബണിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടോ. നല്ല അഴുക്കുണ്ട് കേട്ടോ മാനിഫോളിൻ്റെ അകത്തും ഈജാറിൻ്റെ അകത്തേക്ക് പോകുന്ന ഭാഗത്തൊക്കെ നല്ല ബ്ലോക്കാണ്. ഈ ഭാഗത്താണ് ഈജാർ വരുന്നത്. ഇതാ മാനിഫോളിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. മാനിഫോളിൻ്റെ അകത്തുള്ളൊരു കാർബൺ ഡെപ്പോസിറ്റാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട്. വേറെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ബ്ലോക്കായിട്ടുണ്ട്. ഈജാറിന് വരുന്ന ലൈൻ ഉണ്ടല്ലോ, അത് നല്ല പോലെ ബ്ലോക്കായിട്ടുണ്ട്. കാരണം കാർബൺ ഡെപ്പോസിറ്റിന് അടിഞ്ഞ് കൂടിയാണ്, ഹോൾ കുറവാണ്. അതാണ് അത്രയും ബ്ലാക്ക് സ്മോക്കും പുള്ളിങ് ലെസ്സും കുറവ് കേട്ടോ. ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ വന്നിട്ട്. ഈ ഭാഗത്തല്ല കേട്ടോ, അപ്പുറം ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. ഈജാറിന് വരുന്നത് ഈ ഭാഗത്തുണ്ടോ, ഇതുണ്ടോ, ആ ഹോള് ഫുള്ളായിട്ട് അടഞ്ഞിട്ടുണ്ട്. ഉണ്ട്, ആ ചെറിയൊരു ഹോള്. ഇനി അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ അവസ്ഥ കാണാൻ പറ്റും. ആ ഹോളിൻ്റെ വലിപ്പം നമുക്ക് കാണാൻ പറ്റും. അത്രയും എമൗണ്ടിൽ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 80,000 കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ കാണുന്ന സമയത്ത് അഴിച്ച് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പുള്ളിയും ഉണ്ടായിരിക്കും, ബ്ലാക്ക് സ്മോക്കും കാര്യങ്ങളൊക്കെ മാറിപ്പോട്ടോ. ഇതാണ് ഈജാർ കേട്ടോ, ഈജാറിൻ്റെ അസംബ്ലി. അപ്പോൾ ഇതൊക്കെ ഇനി നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഡീസൽ ഒഴിച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ക്രോസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കൂടെ കൈയിട്ട് അയക്കാൻ പറ്റും. ഡീസൽ ഫിറ്റും കാര്യങ്ങളൊക്കെ അയക്കാണ്ട് പമ്പിൻ്റെ അവിടെ നിന്ന് ഒരു ലൈൻ അയക്കാൻ പറ്റുന്നുണ്ട്. പമ്പിൻ്റെ ലൈൻ അയക്കണം, നല്ല ഇതൊക്കെ അയച്ചെടുക്കാൻ പറ്റുള്ളൂ. കുറേ അയക്കാണ്ട്. ക്രോസ് നമ്മൾ അയച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ക്രോസ് അയച്ചു കഴിഞ്ഞാൽ ആളെ കൈയിട്ട് അയക്കാം, നല്ല സുഖമാണ്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അത് മൈനസ് കൊണ്ട് ആദ്യം കുത്തിയെടുക്കണം കേട്ടോ, നല്ലപോലെ കുത്തിയെടുക്കണം. അതിന് ശേഷം ഡീസൽ വെച്ചിട്ട് വേസ്റ്റും കാര്യങ്ങൾ വെച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യുക. അതിന് ശേഷം സർവീസ് ചെയ്യട്ടോ. അതായത് പ്രഷർ വാഷർ വെച്ചിട്ട് സർവീസ് ചെയ്യണം. നല്ല ക്ലീനായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ നല്ല കുത്തിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഡീസൽ ഒഴിച്ചിട്ട് ഇതാക്കി കേട്ടോ. വേസ്റ്റ് എടുത്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഇന്ന് കിട്ടിയ കാർബൺ ഡെപ്പോസിറ്റോ. ഇത്രയും അഴുക്കാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഞാൻ അത് ക്ലീൻ ചെയ്തിട്ടില്ല, ഇത് കാണിച്ചു കേട്ടോ. ഇത്രയും അഴുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തി നമ്മളെടുത്താണ്. ബാക്കി ക്ലീൻ ചെയ്തിട്ടില്ല, അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടോ, എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണോ ക്ലീൻ ചെയ്യുന്ന അവസ്ഥ. ഇത്രയും ഹോൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇത് ഫുള്ളായിട്ട് അടഞ്ഞിരിക്കും, ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡീസൽ വണ്ടികളുടെ ഉണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ അഴുക്കുണ്ടാവും, പുള്ളിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നേരെ ക്ലീൻ ചെയ്യുക. ഒരു 80,000 കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ കാണുന്ന സമയത്ത് എല്ലാ വണ്ടികളും അഴിച്ച് ക്ലീൻ ചെയ്യാൻ നിങ്ങൾക്ക് ബ്ലാക്ക് സ്മോക്ക്, പുള്ളിങ് കുറവ്, എല്ലാ കാര്യങ്ങളും ഓക്കെ കേട്ടോ. ഈജാറ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നേരെ ഇതൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അഴിച്ച എല്ലാം ഓരോന്ന് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇനി ഇതുപോലത്തെ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ഷോപ്പിലേക്ക് വന്നോ. ഷോപ്പിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാലോ, അത് മറക്കണ്ട. പുള്ളിങ് കുറവ്, ബ്ലാക്ക് സ്മോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ.